What's up guys, welcome back to our channel. So നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ ഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വിറ്റമിൻ ഡിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പോകുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇത് ചെറിയൊരു ടോപ്പിക് ആണല്ലോ എന്ന് ഓർക്കും. ബട്ട് ഇതൊരു ചെറിയ ടോപ്പിക് അല്ല ഗൈസ്. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു സംഭവമാണ് വിറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വിറ്റമിൻ ഡി കൂടുതൽ ചേർന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാമോ, വിറ്റമിൻ ഡിയുടെ ഡെയിലി ഇൻടേക്ക് എങ്ങനെയാണ്, അതുപോലെ വിറ്റമിൻ ഡിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തിനാണ് നമ്മൾ വിറ്റമിൻ ഡി കഴിക്കുന്നത്. നമുക്ക് ഓൾറെഡി സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. നിങ്ങൾക്ക് അറിയാം സൺലൈറ്റ് വേണം നമ്മൾ എക്സ്പോഷർ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന സംഭവമാണ് വിറ്റമിൻ ഡി. പിന്നെ എന്തിനാണ് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്നത്, അതുപോലെ തന്നെ വിറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഡൗട്ട്സും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വിറ്റമിൻ ഡീനെ പറ്റി ഒരു സമ്മറി ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വിറ്റമിൻ ഡീനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫാറ്റ് സോളുബിൾ വിറ്റമിൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചുള്ളതാണ്. ബയോട്ടിനെ പറ്റിയൊക്കെ ഞാൻ പറയാം, നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സോളുബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ ടോക്സിക് അല്ല. നമുക്കിപ്പോൾ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിലും യൂറിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പുറത്തോട്ട് പോകും. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ടോക്സിസിറ്റി നമുക്ക് തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വിറ്റമിൻ ഡിയുടെ കേസിലോട്ട് വന്നു കഴിയുമ്പോൾ അങ്ങനെയല്ല. വിറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വിറ്റമിനാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. വിറ്റമിൻ ഡി നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് എന്താ സംഭവിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ, ജസ്റ്റ് വിറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫോസ്ഫറസിൻ്റെ അതുപോലെ കാൽഷ്യത്തിൻ്റെ ഒക്കെ അബ്സോർഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി കാൽഷ്യത്തിൻ്റെ അബ്സോർഷനൊക്കെ ഈ പറയുന്ന രീതിയിൽ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലിലും പല്ലിലും ഒക്കെ നല്ല ബലം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു നെഗറ്റീവ്സിലോട്ട് പോകുന്നതിന് മുമ്പ് പോസിറ്റീവ്സിലോട്ട് പോകാം. ബെനിഫിറ്റ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വിറ്റമിൻ ഡി കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിറ്റമിൻ ഡി പൊതുവേ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസീസസിനെ തകർക്കാൻ വേണ്ടി, ഡിസീസസിനെ എതിർത്ത് നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഇത് കഴിക്കണം എന്ന് പറയുന്നത് വിറ്റമിൻ ഡി. അതായത് ഇത് നമുക്ക് പല റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസകോശപരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു പർട്ടിക്കുലർ ഡിസീസ്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മുടെ ഈ പറയുന്ന നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നെർവ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ നെർവ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം പറയുന്ന പോലെയാണ് നമ്മുടെ ബോഡി പാർട്സ് എല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് പോലുള്ള ഈ ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ നമ്മുടെ തലച്ചോറ് പറയുന്ന കാര്യമല്ല നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ്. അപ്പോൾ ആ ഒരു അസുഖത്തേക്ക് എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഈ പറയുന്ന വിറ്റമിൻ ഡി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കേസല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന വിറ്റമിൻ ഡി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹാർട്ട് പരമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകാതിരിക്കും. അതായത് നമുക്ക് ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സ്ട്രോക്കൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും വിറ്റമിൻ ഡി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഡയബറ്റീസ്, അതുപോലെ തന്നെ ആർത്രൈറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർവ്വരോഗ നിവാരണി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഒരു അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഡി കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ വിറ്റമിൻ ഡി ഈ പറഞ്ഞ അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ മാത്രമല്ല, നമുക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി വിറ്റമിൻ ഡിക്ക് സാധിക്കും എന്നാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് 7000-ൽ പല ആളുകളിൽ ഈ പറയുന്ന രീതിയിൽ സ്റ്റഡീസ് നടത്തിയിട്ടാണ് കണ്ടുപിടിച്ചത്. എന്ത് സ്റ്റഡിയാണ് നടത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 7000-ൽ പല ആളുകൾ, അതായത് നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള 7000-ൽ പല ആളുകൾ എടുത്തിട്ട് അവർക്ക് ഈ പറയുന്ന രീതിയിൽ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുത്തു. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവരുടെ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന ഈ വിറ്റമിൻ ഡിക്ക് സാധിച്ചു എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം നമ്മുടെ ഈ പറയുന്ന വെയിറ്റ് ലോസിനെ നമ്മൾ സഹായിച്ചേക്കാം എന്നാണ് പറയുന്നത്. അത് സഹായിച്ചേക്കാം എന്നേ പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇത് ഒരു കാരണവശാലും വെയിറ്റ് ലോസിന് സഹായിക്കത്തില്ല, അതിന് ജസ്റ്റ് ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. വിറ്റമിൻ ഡിയും വെയിറ്റുമായിട്ട് ചിലപ്പോൾ ഒരു റിലേഷൻ കാണുമായിരിക്കും, പക്ഷേ വെയിറ്റ് ലോസിന് ഇതങ്ങ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഒന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് ഈ പറയുന്ന രീതിയിൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾ നടത്തിയ സ്റ്റഡീസിൽ ഇതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബിസിറ്റി ഉള്ള 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾ എടുത്തു. ഈ 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും ഈ പറഞ്ഞ രീതിയിൽ സെയിം ആയിട്ടുള്ള നമുക്ക് ഈ ഫാറ്റ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് കൊടുത്തു. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള സെയിം ആയിട്ടുള്ള ഡയറ്റാണ് 2 കൂട്ടർക്കും കൊടുത്തത്. പക്ഷേ ഒരു ഗ്രൂപ്പിലുള്ളവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സും കൊടുത്തു. അപ്പോൾ ഈ വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഇവരിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും വിറ്റമിൻ ഡി സഹായിക്കുന്ന പഠനങ്ങൾ പറയുന്നത്. പക്ഷേ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് കൂടുതൽ സ്റ്റഡീസ് വേണമെന്നാണ്. അത് ഡയറക്റ്റ് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലുള്ളവരിൽ വിറ്റമിൻ ഡിയുടെ എമൗണ്ട് കുറവാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ തന്നെയാണ്.
ഇനിയിപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് എല്ലാം സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന വിറ്റമിൻ ഡി. പിന്നെ എന്തിനാണ് നമ്മളെല്ലാവരും ഈ രീതിയിൽ സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ ഫുഡിൽ നിന്നൊക്കെ ഇത് കൺസ്യൂം ചെയ്യണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന സൺലൈറ്റിലോട്ട് എക്സ്പോഷർ കിട്ടാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊല്യൂഷനൊക്കെ അധികമുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഈ പറയുന്ന വിറ്റമിൻ ഡിയുടെ എമൗണ്ട് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ശരീരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ കൂടുതലാണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ മെലാനിൻ കൂടുതൽ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സൺലൈറ്റിൽ നിന്നുള്ള ഈ വിറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഇൻഡോറിലാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സൺലൈറ്റിൽ നമുക്കൊരു കാരണവശാലും ഈ വിറ്റമിൻ ഡി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ടയേർഡ്നെസ് തന്നെയാണ്, വീക്ക്നെസ് അല്ല ടയേർഡ്നെസ് ഒക്കെയാണ് മെയിൻ ആയിട്ടാണ്. പിന്നെ മസിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട അന്നേരം തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സഹായിക്കുന്നതാണ് വിറ്റമിൻ ഡി കുറവാണോ കൂടുതലാണോ, വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മളൊരു എക്സ്റേയും കൂടെ നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത് ഒക്കെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഡോക്ടർ നമുക്ക് പറയുന്ന പ്രിസ്ക്രിപ്ഷനിൽ പറയുന്ന ആ ഒരു എമൗണ്ടിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന സൺലൈറ്റിൽ നിന്നുള്ള നമുക്ക് എക്സ്പോഷറും കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ എമൗണ്ട് കൂടി പോകത്തില്ല. പക്ഷേ സപ്ലിമെൻറ്റ്സ് നമ്മൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ കൂടിപ്പോകും. കാരണം ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മൾ ഈ പറയുന്ന വിറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ഒരു വിറ്റമിനാണ്. ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റിനെ അത് ഡിസോൾവ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ് ടിഷ്യൂസിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലിവറിലും ഒക്കെ ഈ സംഭവം അബ്സോർബ് ആവും. അപ്പോൾ ഒരുപാട് ഇതങ്ങ് അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കാൽഷ്യം, ഞാൻ പറഞ്ഞു കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അബ്സോർബ് നമ്മുടെ കാൽസ്യത്തിൻ്റെ എമൗണ്ട് നമ്മുടെ ഈ ബ്ലഡിൻ്റെ അകത്ത് കൂടും. അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഗൻസിനൊക്കെ തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി, ഡീഹൈഡ്രേഷൻ, അതുപോലെ വിശപ്പില്ലായ്മ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം നിങ്ങൾ കഴിക്കുക. എന്നിരുന്നാലും സ്റ്റാൻഡേർഡായിട്ട് ഒരു ദിവസം എന്തോരം വിറ്റമിൻ ഡി ആണ് ഇന്ത്യക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഈ പറയുന്ന അഡൾട്ട്സിൽ, ചിൽഡ്രൻസിൽ, അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവർക്ക്, ഇവർക്കെല്ലാവർക്കും എന്തോരം എമൗണ്ടിലാണ് ഈ പറയുന്ന രീതിയിൽ വിറ്റമിൻ ഡി വേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അതിനെപ്പറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഏതൊക്കെ ഫുഡിനകത്താണ് അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെയിനായിട്ട് ഫിഷുകൾക്കകത്താണ് ഇത് അടങ്ങിയിട്ടുണ്ട്. സാൽമൺ ഫിഷ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ട്യൂണ ഫിഷ് അല്ലെ ചൂരയ്ക്കകത്ത് ഇത് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസിനകത്ത് അടങ്ങിയിട്ടുണ്ട്, നമുക്ക് മുട്ടയുടെ ഉണ്ണിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബീഫിൻ്റെ ലിവർ ഉണ്ടല്ലോ, ബീഫിൻ്റെ ലിവറിനകത്ത് ഇത് അടങ്ങിയിട്ടുണ്ട്, യോഗട്ടിനകത്ത് ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടധികം നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഫുഡുകൾക്കകത്ത് വിറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസ്യൂം ചെയ്യാൻ ഒരു കാരണവശാലും നമുക്ക് ഡെഫിഷ്യൻസിയുടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതല്ല. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ ഒരു ബോട്ടം ലൈനിലോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, നമുക്ക് പല ഡിസീസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിപ്രഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ വെയിറ്റിനെ ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ളൊരു മെഡിസിനാണ് നമ്മുടെ ഈ പറയുന്ന വിറ്റമിൻ ഡി എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സൺലൈറ്റിൽ നിന്നുള്ള അമിതമായിട്ടുള്ള സൺലൈറ്റ് കാരണം നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി കൂടി പോകത്തില്ല, അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. പക്ഷേ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷന് ശേഷം മാത്രം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം. അപ്പോൾ വിറ്റമിൻ ഡിനെ പറ്റിയുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് മാറി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്നത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.